ഹായ് ആം ശിവാനി. ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ജേർണലിംഗ്. ഓൾ അബൌട്ട് അല്ല, മോസ്റ്റ് അബൌട്ട് ജേർണലിംഗ് ആണ്. ഈ ഒരു വ്ലോഗ് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തു വെച്ചത് ഒക്ടോബറിലേനും ഇത് പോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം തന്നെ എന്നോട് വിട്ടുപോയി. സെപ്റ്റംബറിൽ ഒരു ക്രോഷ്യ കിറ്റ് വാങ്ങിയിട്ടുണ്ടേനും. എന്തായാലും ഒരു 1 month പ്ലസ് ആയ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഷോർട്സ് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജേർണലിംഗ് വീഡിയോസിന്റെ ഷോർട്സ് ആണ് കുറച്ച് ആൾക്കാർക്കും കൂടെ കാണാൻ താല്പര്യമുള്ളതെന്ന്. സോ നമുക്ക് നാളെ തൊട്ടിട്ട് ജേർണലിംഗ് വീഡിയോസ് ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട് ക്രോഷ്യ കിറ്റിന്റെ ലിങ്ക്. അതിനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീഡിൽസ് കൂടെ എക്സ്ട്രാ വാങ്ങണമെന്നേ ഉള്ളൂ. സ്കൂള് ഇത് കഴിഞ്ഞതിന് ശേഷം വാങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ലത് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ബാക്ക് ടു പോയിന്റ് എന്താന്ന് വെച്ചാൽ ജേർണലിംഗ് വീഡിയോസ് വ്ളോഗ്സ് ആയിട്ട് ഇടുന്ന സമയത്ത് അതിനകത്ത് ആഡ് ആക്കിയിട്ട് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി നമ്മൾ പഴയ ആ ചാലഞ്ച് പോലെ തന്നെ ഷോർട്സ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോൾ ഇടുന്ന ഷോർട്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഷോർട്സ് ആണ്. ഇതിന് റീസൺ വേറെ ഒന്നുമല്ല, ഒരു ദിവസം ഞങ്ങൾക്ക് 2 പീരീഡ് ആണുള്ളത്. ചിലപ്പോൾ DM-ഉം ചിലപ്പം ഒരു CC അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഒരു ദിവസം രാവിലെ ഞങ്ങൾക്ക് 10:45 ക്ലാസ് തുടങ്ങിയിട്ട് 4 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക, ഒരു 3:30 വരെയൊക്കെ. അപ്പം ഈ ടൈമിന്റെ ഉള്ളിൽ 2 പീരീഡ് ആണ് ഉണ്ടാവുക. ഈ 2 പീരീഡിലും അത്യാവശ്യം ക്ലാസ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് തിയറി ആയിരിക്കും, ഇടയ്ക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ കാര്യങ്ങളായിരിക്കും. ഞങ്ങൾക്ക് CC-യിലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ വീഡിയോസ് എടുക്കുന്നത് നടക്കൂല. ഇടയ്ക്ക് രാവിലെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഉച്ച കഴിയുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരാം എന്തെങ്കിലും വീഡിയോ എടുക്കാണ്ടെന്ന്. അന്നേരം എന്നോട് മറന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വാരി വലിച്ചിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അത്രയും ഷോർട്ട് ആക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. രാവിലെ തന്നെ ക്ലാസ് പോയി കഴിഞ്ഞാൽ ഒരു പീരീഡ് ഉള്ള ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സെയിം സബ്ജക്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തേക്കലുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് ഷോർട്സ് ഭയങ്കര ഷോർട്ട് ആവുന്നത്. ഇനി വേറെ ഒരു കാര്യം പറയാം. ഈ ഒരു വ്ളോഗിന്റെ അകത്ത് സെപ്റ്റംബറത്തെയും ഒക്ടോബറത്തെയും വീഡിയോസ് വരുന്നുണ്ട്. ഒക്കെപ്പാടി ചെയ്യുന്നത് നവംബറിലാണ്. ഈ 2 മാസം ഞാൻ എന്തോ റിലേ വിട്ട മാതിരി ഇരിക്കാനും ഒരു സോൺ ഔട്ട് ആയിട്ട്. അതേപോലെ ഈ ജേർണലിംഗ് വീഡിയോയില് ജേർണൽ പേജിന്റെ അകത്തേക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. എഴുതാനുള്ളത് ഇപ്പൊ എഴുതുന്നില്ല. ബുക്കേഴ്സ് ഒട്ടിക്കുന്ന കാര്യം കൂടെ ഉണ്ട്. അത് രണ്ടും ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആയിട്ടും ജാനുവരി 1st തന്നെ ഫ്ലിപ്പ് ത്രൂ വരുന്നതായിരിക്കും. ഇത്രയും കൂടെ ഇടല്ലോ എന്ന് വിചാരിച്ചതിനെ കൊണ്ടാണ് ഇത്രയും പേജസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കാട്ടാത്തത്. ഗമ്മും അതേപോലെ തന്നെ എനിക്ക് സിസേഴ്സും മാറ്റണം. പിന്നെ ഒന്ന് റൂം ശരിക്കും ക്ലീൻ ചെയ്യാനുണ്ട്. ആ റാക്കൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ നടക്കുമെന്ന് അറിയില്ല. വിഷൻ ബോർഡിന്റെ കാര്യങ്ങളോ ഏകദേശം സെറ്റ് ചെയ്യണം. ആയിട്ടും അടുത്ത വ്ലോഗോ അതിന്റെ അടുത്ത വ്ലോഗോ ആയിട്ട് വിഷൻ ബോർഡ് ആയിരിക്കും ചെയ്യാം. പിന്നെ നോർമലി എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ക്രിസ്മസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആഘോഷിക്കുള്ളൂ. പണ്ടൊക്കെ നല്ലോണം ആഘോഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഈനും കൂടെ ഉണ്ടാക്കുകയും പിന്നെ സ്കൂളിൽ ചെറിയ പരിപാടികളും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ. പക്ഷെ ഇപ്പൊ ഈ 3-4 ഇയേഴ്സ് ആയിട്ട് ഒരു കാര്യമില്ല. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് ജേർണലിംഗ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഡെസ്ക് ഏരിയ ഒക്കെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. പോസ്റ്റേഴ്സും വാളിൽ ഒട്ടിച്ച കാര്യങ്ങളൊക്കെ പറിച്ചാഞ്ഞിട്ടുണ്ട്. ഇത്രയും പേജിന്റെ അകത്ത് ജേർണലിംഗ് ചെയ്യുന്നത് ബോറായിരിക്കും കാണാൻ. അതുകൊണ്ട് മാക്സിമം വീഡിയോ ചെറുതാക്കിയിട്ടുണ്ട്. ലൈഫ് അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം. ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. ഞാൻ ഫസ്റ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് വിചാരിച്ചത്. പിന്നെ ഞാൻ മാറ്റിയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കേണ്ടി വന്നതാണ്. പക്ഷേ പുഷ് ആൻഡ് പുള്ളൊക്കെ കിട്ടിയോണ്ട് മാത്രം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികകാലം അത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 1 year കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടൊരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഞാൻ വരയ്ക്കുന്നത് എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല അതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്ന്. ഒരിക്കലും സിവിൽ എഞ്ചിനീയറിംഗ് മോശമാക്കി പറയല്ല. മീൻസ് എൻ്റെ ടേസ്റ്റ് അതല്ലേനും. ഞാൻ അത് നിർത്തി. അതേമാതിരി തന്നെ കുറെ ഫ്രണ്ട്സ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറെ ഫാഷൻ ഡിസൈനിങ് ആണ് നോക്കിയത്. അപ്പോൾ 70K-നൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് വേർത്ത് അല്ലാന്ന് തോന്നിയോണ്ട് പിന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നോക്കിയത്. അത് തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് കുറെ സ്ഥലത്തേക്ക് വിളിച്ചു നോക്കി. പിന്നെ ലാസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അത് പോയി വരാനൊക്കെ പറ്റിയൊരു സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ ആരെ കാര്യവും എനിക്കറിയില്ല. എന്റെ ലൈഫിൽ എനിക്കിപ്പോ റിഗ്രറ്റ് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഞാൻ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിങ്ങനെ ജേർണലിംഗ് ചെയ്ത് അത്രയും ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന്. സൊമാറ്റോന്ന് ലോഡഡ് വാങ്ങിയിട്ട് കേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് കുൻഫു പാൻഡ ഉണ്ട്. ഈ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒറ്റൊന്നും കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തന്നെ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇനിയും മാറ്റുന്നു. അതേപോലെ റൂം ഫുള്ളും മെസ്സായി കിടക്കുകയാണ്. ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വേണ്ടാത്ത പേപ്പേഴ്സ് ഉണ്ട്. അതേമാതിരി നവംബർ ജേർണലിംഗിന്റെ അകത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ നീണ്ടെടുക്കാണ്. ഇപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാപ്പിലേക്ക് തന്നെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കണ്ണിൽ കുറച്ചിങ്ങനെ വെള്ളം വരുന്ന മാതിരി ഉണ്ട്. നോർമൽ സ്പെക്സ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഞാനൊരു 5th
സ്റ്റാൻഡേർഡ് വരെ അത്യാവശ്യം ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയാണെങ്കിൽ പുറത്തേക്കൊക്കെ വെക്കാൻ നല്ല ചടപ്പുണ്ട്. അതേമാതിരി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ വ്ളോഗ്സ് ഇടാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അത്യാവശ്യം കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ്സ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞാൽ ഞാനിപ്പോൾ തീരെ പ്രൊഡക്റ്റീവ് അല്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യുന്ന സമയത്തെങ്കിലും നല്ലോണം പ്രൊഡക്റ്റീവ് ആവലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുമില്ല. അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങണം. ഇതിൽ ഒരു ജേർണൽ ഷോട്ടെങ്കിലും ഇടണം. ക്ലാസ്സിന് വേണ്ടിയിട്ട് എനിക്കും വൈകുന്നേരം ആകുമ്പോൾ വരും, കിടക്കും, പിന്നെ ഫുൾ ഫോൺ കളിക്കും. ഇങ്ങനെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാം ശരിയാക്കണമെന്നുണ്ട്. അതേപോലെ ഞാൻ വരച്ചിട്ട് തന്നെ ഇപ്പൊ എത്രയോ കാലമായി. എല്ലാം റെഡി ആവും. ഈ വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ കാര്യങ്ങൾ എത്രയും വേഗം വൃത്തിയാക്കണം. ഈ വ്ളോഗാക്കി ഇടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്തായാലും ചെയ്യണം. പിന്നെ ഡെസ്ക് ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ആണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ ചെയ്യാണ്ട് വെച്ച് ജേർണലിങ്ങിന്റെ പേജസ് ചെയ്യും. ഒക്ടോബറത്തേതും നവംബറത്തേതൊക്കെ സെപ്റ്റംബർ തൊട്ടിട്ട് ഒക്ടോബർ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാല് ഡെസ്കിന്റെ ഏരിയ എങ്ങനെയൊന്നും അല്ല, ഞാൻ പിന്നെയും മെസ്സാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്യണം. ഇനി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ എത്രയും വേഗം തന്നെ സെറ്റ് ചെയ്യാം. ബൈ.